ഹലോ ഗൈസ്, സൈഫർ ആർസിയുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ ഈക്ലോ ഫൈറ്റിംഗ് സ്റ്റൈലിൻ്റെ മൂവ്സ് എല്ലാം മാസ്റ്റർ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം കുറച്ച് മാസ്റ്ററി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 191 മാസ്റ്ററി ആയി. ഒരു മൂവ് അൺലോക്കായി, ഇലക്ട്രിക് റാമ്പേജ് മൂവ് വരും. നമ്മൾ ബാക്കി മൂവ്സും കൂടെ മാസ്റ്റർ ചെയ്യാൻ സീ ഓഫ് റീച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് ക്വീൻ ബോസ് അവൈലബിൾ ആണ് ഗൈസ്. നമുക്കിപ്പോൾ കേക്ക് ക്വീൻ ബോസിനെ കൊല്ലാം. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്യാൻ നോക്കിയാണ് ഗൈസ്, പക്ഷേ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കാരണം അത് ഫെയിൽ ആയിട്ട് ഗൈസ്. നമ്മൾ ഈ വീഡിയോയിൽ എന്തായാലും കേക്ക് ക്വീനെ കൊണ്ടുവന്നായിരിക്കും. കേക്ക് ക്വീൻ നമ്മൾ അറ്റാക്ക് ചെയ്ത് നിർത്തുന്നുണ്ട്. വീണ്ടും വീണ്ടും താഴേക്ക് പോവുകയാണ്. ഓൾറെഡി ഇപ്പോൾ ലോ ഹെൽത്ത് ആയി. കേക്കുവിനെ കൊല്ലാറായി ഗൈസ്. നമ്മൾ കൊണ്ടിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ മാച്ച് ഇപ്പോൾ 205 ആയി ഗൈസ്. അടുത്ത മൂവ് ഇനി 220 മാസ്റ്ററിയിലേ ആവും. നമ്മളിപ്പോൾ മാസ്റ്റർ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇപ്പോൾ ചോക്ലേറ്റ് ലാൻഡിൽ പോവാം. ഗൈസ്, നിങ്ങൾ ഏതൊരു ഫൈറ്റിംഗ് സ്റ്റൈലും അഥവാ ഇനി ഫ്രൂട്ട്സ് ആണെങ്കിലും മാസ്റ്റർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ നല്ലൊരു ഐലൻഡ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് ലാൻഡാണ് ഗൈസ്. ഇവിടെ NPC ഫാസ്റ്റായിട്ട് റീസ്പോൺ ആകുകയും ചെയ്യും, ഈസിയായിട്ട് കില്ല് ചെയ്യാനും പറ്റും ഗൈസ്. കോൺജേർട്ട് കൊക്കുകയും കിട്ടും ഗൈസ്. ഗൈസ്, നമ്മൾ ഈ ഏരിയയിൽ തന്നെ ആയിരിക്കും മൂവ്സ് എല്ലാം ഗ്രൈൻഡ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. നമ്മൾ ഈക്ലോ ഫൈറ്റിംഗ് സ്റ്റൈൽ ഇപ്പോൾ എല്ലാ മൂവ്സും അൺലോക്ക് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഈക്ലോ ഫൈറ്റിംഗ് സ്റ്റൈലിലെ മൂവ്സിലാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹൈഡ്രയിൽ ട്രെയിനിങ് ഡമ്മിയുടെ അടുത്ത് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡാമേജും ഇതിൻ്റെ മൂവ്സ് എല്ലാം ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഫസ്റ്റ് മൂവ് ഇലക്ട്രിക് റാമ്പേജ് ആണ് ഗൈസ്. ഇത് അൺലോക്ക് ചെയ്യാൻ 110 മാസ്റ്ററിയാണ് ഗൈസ് വേണ്ടത്. അപ്പോൾ ഇലക്ട്രിക് റാമ്പേജ്, ഈ മൂവിൻ്റെ ഡാമേജ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഗൈസ്. 3736 ഗൈസ്.
അടുത്ത ലൈറ്റ്നിങ് ത്രസ്റ്റ് 3866 days. Not bad guys. അടുത്ത തണ്ടർ ക്ലാപ്പ് ആൻഡ് ഫ്ലാഷ് 4926 guys. So guys, ഈ ഒരു ഫൈറ്റിംഗ് സ്റ്റൈൽ മെയിൻലി ആൾക്കാർ സ്റ്റൺ ചെയ്യാനാണ് യൂസ് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തത് നല്ലൊരു ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈറ്റിംഗ് സ്റ്റൈലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യാനും പറ്റും തോന്നുന്നു ഗൈസ്. ഫസ്റ്റ് മൂവ് 3866 413 ഡാമേജ് വലിയ 4341. ഓ ഗൈസ്, ഫസ്റ്റ് മൂവ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും ഗൈസ്. ഈ മൂവ് നമുക്ക് ഹോൾഡ് ചെയ്തിട്ട് ഹൈ ഹിറ്റ് ആയില്ല ഗൈസ്. തേർഡ് മൂവ് ഹോൾഡ് ചെയ്യണം. ഇനി ഫസ്റ്റ് മൂവ് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് മൂവ് സെയിം ഡാമേജ് ഗൈസ്. ഫസ്റ്റ് മൂവ് ഹോൾഡ് ചെയ്യുമ്പോൾ ഗൈസ് വേണ്ട ഇങ്ങനൊരു ആനിമേഷൻ. പിന്നെ നമുക്ക് M1 ഇത്രയാണ് ഇതിൻ്റെ ഡാമേജ് ആൻഡ് ഓൾ ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫൈറ്റിംഗ് സ്റ്റൈലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇത് അൺലോക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ ഇത് അൺലോക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇലക്ട്രിക് എന്ന് പറയുന്ന ഫൈറ്റിംഗ് സ്റ്റൈലിൻ്റെ മാസ്റ്ററി നമുക്ക് 400 ആക്കണം. അത് നമുക്ക് എൻ്റെ മാഡ് സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്ന് ഇലക്ട്രിക് ഫൈറ്റിംഗ് സ്റ്റൈൽ വാങ്ങിക്കണം ഗൈസ്. ഇതാണ് ഇലക്ട്രിക് ഫൈറ്റിംഗ് സ്റ്റൈൽ. ഇത് ഞാനിപ്പോൾ 415 മാസ്റ്ററി ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫൈറ്റിംഗ് സ്റ്റൈല് 400 മാസ്റ്ററി ആക്കിയിട്ട് പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ 3 മില്യൺ ബെല്ലിയും 5000 ഫ്രാഗ്മെന്റ്സും വേണം ഗൈസ്. ഇത്രയും സംഭവങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലോട്ടിംഗ് ടർട്ടിലുള്ള പ്രീവിയസ് ഹീറോ എന്ന് പറഞ്ഞൊരു NPC കാണിച്ചു തരാം ഗൈസ്. പുള്ളിക്കാരൻ ഇവിടെ എവിടെയാണ് ഗൈസ്. നേരെ പോകണം തോന്നുന്നു ഗൈസ്. ഇതാണ് ഗൈസ്, ഇതാണ് പ്രീവിയസ് ഹീറോ. അപ്പോൾ ഗൈസ് 3 മില്യൺ ബെല്ലിയും പിന്നെ 5000 ഫ്രാഗ്മെന്റ്സും 400 മാസ്റ്ററി ഓൺ ഇലക്ട്രിക്കും ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ഇവനോട്ട് ടോക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഈ ഒരു NPC ഒരു ക്വസ്റ്റ് തരും. നമ്മൾ 30 സെക്കൻഡിനുള്ളിൽ മാൻഷനിലെത്തണം. എങ്ങനെയെങ്കിലും 30 സെക്കൻഡിനുള്ളിൽ നമ്മൾ എങ്ങനെയെങ്കിലും മാൻഷനിലെത്തിയാൽ മതി ഗൈസ്. അതിനുള്ള ഈസി വേ എന്ന് പറയുന്നത് അവിടെ ഹോം പോയിന്റ് സെറ്റ് ചെയ്യാൻ മതി. ഈ ക്വസ്റ്റ് എടുത്തു കഴിഞ്ഞ് അവിടെ ഹോം പോയിന്റ് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ടെലിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നിട്ട് വീണ്ടും ഇവിടെ വന്ന് ഇവനോട് സംസാരിച്ച് പിന്നെ നമ്മുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഈക്ലോ ഫൈറ്റിംഗ് സ്റ്റൈൽ ഇവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും ഗൈസ്. അതാണ്, അത്രേ ഉള്ളൂ ഗൈസ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ ഇലക്ട്രിക് ആണ്. അപ്പോൾ ഇവനോട് പറഞ്ഞ് നമുക്ക് ഈക്ലോ തന്നെ ആക്കാം ഗൈസ്. ഞാൻ ഈ ഈക്ലോ ഫൈറ്റിംഗ് സ്റ്റൈൽ ഇതൊക്കെ മാസ്റ്റർ ചെയ്യുന്നത് നമ്മൾ ആക്ച്വലി ഗൈസ് നമ്മൾ ഗോഡ്യൂമൻ എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇനി മാസ്റ്റർ ചെയ്യാനുള്ള ഇതിനി 400 മാസ്റ്ററി ആക്കണം. പിന്നെ ഇനിയുള്ളത് ഡെത്ത് സ്റ്റെപ്പും ഡ്രാഗൺ ഡാനിലുമാണ്. ഡെത്ത് സ്റ്റെപ്പിന് ഇനി ഡെത്ത് സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഡാർക്ക് സ്റ്റെപ്പിൻ്റെ മാസ്റ്ററി 400 ആക്കണം. അത് കഴിഞ്ഞ് മറ്റേ ഫോന്യൂ ദ റീഫോർംഡ് എന്ന് പറഞ്ഞൊരു NPC എടുത്ത് ടോക്ക് ചെയ്ത് 2.5 മില്യണും പിന്നെ ഫ്രാഗ്മെന്റ്സ് കൊടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്, ചെക്ക് ചെയ്യണം ഗൈസ്. അപ്പോൾ അതും 400 ഡെത്ത് സ്റ്റെപ്പും 400 മാസ്റ്ററി ആക്കണം. പിന്നെ ഇതും ഈക്ലോയും 400 മാസ്റ്ററി ആക്കണം. ഡ്രാഗൺ ടാലിനും 400 മാസ്റ്ററി ആക്കണം ഗൈസ്. ബാക്കിയെല്ലാം നമ്മൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ബാക്കി ഡ്രാഗൺ ബ്രെത്തും
ഷാർക്ക് ബാങ്കരാട്ടയും വാട്ടർ കുംഫും എല്ലാം നമ്മൾ മാച്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനിയും എടുക്കാനുള്ള ഫൈറ്റിംഗ് സ്റ്റൈൽസ് എന്ന് പറയുന്നത് ഡെത്ത് സ്റ്റെപ്പും ഡ്രാഗൺ ടാലനുമാണ്. അപ്പോൾ ഡെത്ത് സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ ഈ ഒരു NPCയോട് സംസാരിക്കണം. പിന്നെ ഡ്രാഗൺ ടാലൻ എടുക്കണമെങ്കിൽ ഹൈഡ്രയിലുള്ള ഊസോത്തിനോട് സംസാരിക്കണം. ഡ്രാഗൺ ടാലൻ എടുക്കാൻ നമുക്ക് 3 മില്യൺ ബെല്ലിയും 400 മാസ്റ്ററി ഓൺ ഡ്രാഗൺ ബ്രത്തും ഒക്കെ വേണം ഗൈസ്. പിന്നെ അതിനും ഫ്രാഗ്മെന്റ്സ് വേണമെന്ന് എനിക്ക് അറിയത്തില്ല, നോക്കണം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഈ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഗൈസ് നമ്മൾ ബെസ്റ്റ് ഡ്രൈവിംഗ് ഇന്തോനേഷ്യയെ പറ്റിയ ഒരു വീഡിയോ ആണ്. അതിൻ്റെ ഒരു ഗെയിം പ്ലേ വീഡിയോ നമ്മൾ അടുത്തായിട്ട് ഇടുന്നതായിരിക്കും. കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് ഗൈസ് ആ വീഡിയോയ്ക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 2-3 വീഡിയോ വേണമെങ്കിൽ നമുക്ക് ബെസ്റ്റ് ഡ്രൈവിംഗ് ഇന്തോനേഷ്യ തന്നെ ഇടാം ഗൈസ്. സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇറ്റ്സ് മീ സൈഫർ. സ്റ്റേ ട്യൂൺ.